വളരെ അടിപൊളിയായിട്ടാണ് ശോഭയാത്ര പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ക്ഷീണമുള്ള കണ്ണന്മാർ, കുഞ്ഞു കണ്ണന്മാരും രാധമാരൊക്കെ ഒരുപാടുണ്ട്. അതിനപ്പുറം ഡാൻസ്, വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ശോഭയാത്ര പുരോഗമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് KSRTC ടെർമിനലിന് തൊട്ടടുത്തായാണ്. നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ശോഭായാത്രകൾ ഇവിടെ വെച്ച് മാവൂർ റോഡിൽ വെച്ച് ഒന്നായി ചേർന്ന് മുതലക്കുളം മൈതാനിയിൽ സമാപിക്കുന്ന രീതിയിലാണ്. ഏകദേശം അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞിക്കണ്ണനാണ്, ഏറ്റവും കുഞ്ഞിക്കണ്ണൻ. കണ്ടില്ലേ, ആദ്യം മുതലേ തന്നെ നടക്കുന്നുണ്ട്. അമ്മ കൂടെ തന്നെ ഉണ്ട്, പക്ഷേ ക്ഷീണമൊന്നുമില്ല. കണ്ടോ? ഹലോ, ഹായ് ഹായ്. ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ശ്രദ്ധിക്കാൻ പോലുള്ള താല്പര്യമില്ല. അത്രയധികം മൊത്തത്തിൽ അങ്ങനെ ആ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം, അതിലേക്ക് ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് നിൽക്കുകയാണ് എല്ലാവരും തന്നെ ചെയ്യുന്നത്. മറ്റൊരാളിതാ, ഹലോ, ക്ഷീണിച്ചോ? എന്താ തിന്നുന്നത്? വാട്ടർമെലണോ? മടുത്തിട്ടാ? എന്താ ചെരുപ്പ് വന്നു. എത്ര സമയം നടക്കുന്നേ? ആരാന്നേ? ചെരുപ്പ് ഇടയ്ക്കിടെ കഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞു കണ്ണന്റെ. അപ്പോൾ നടക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ക്ഷീണമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഹായ്, എന്താ കണ്ണന്റെ പേര്? ശ്രീനവ്. എത്രല്ല പഠിക്കുന്നേ? 5ല്. എല്ലാം കൂട്ടുകാരാ? ഏട്ടാ, അടിപൊളി. ശരി, ഏട്ടൻ കണ്ണനുണ്ട്, അനിയൻ കണ്ണനുണ്ട്, അനിയത്തി കണ്ണനുണ്ട്, ചേച്ചി കണ്ണനുണ്ട്. അങ്ങനെ എല്ലാവരും കണ്ണനും രാധമാരും ഒക്കെയായി, ഗോപികമാരൊക്കെ ആയിട്ട് അങ്ങനെ അണിഞ്ഞൊരുങ്ങി അവരങ്ങനെ ആഘോഷിക്കുകയാണ്. നിരത്തുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റെടുക്കുകയാണ്. നമ്മുടെ നിരത്തുകൾ അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള ദൃശ്യങ്ങൾ പല ബോക്സുകളിലായി പ്രേക്ഷകർ കാണുന്നത് അങ്ങനെയുള്ള പല ദൃശ്യങ്ങളാണ്.